നട്ടയ്ക്കകത്ത് ചെയ്ത റിസൾട്ടാണ്. നിസ്സാരമായിട്ട് ഒരു 2-3 ഗ്രാമേ വെച്ചുള്ളൂ. നിങ്ങളിപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ തടിക്കൂട് പോയി. നിസ്സാരം നമ്മുടെ ടയറിനകത്ത് മഞ്ഞൾ കൃഷി ചെയ്താണ്. നല്ല കാട് പോലാണ് മഞ്ഞൾ വളരുന്നത്. കണ്ടോ, നമ്മൾ നട്ട മഞ്ഞളെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കിളുത്ത് വരുന്നത്. പച്ച ഇലയൊന്നും കളയണ്ട, നമുക്ക് അടിപൊളിയായിട്ട് മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നിസ്സാരമായിട്ട് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്ന ടയറുകൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മഞ്ഞൾ കൃഷി ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം വളരെ നിസ്സാരമായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ മരങ്ങളൊക്കെ വെട്ടുമ്പോൾ ധാരാളം പച്ചിലകൾ കിട്ടും. ആ പച്ചില വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ടയറിനകത്ത് അടിപൊളിയായിട്ട് മഞ്ഞൾ നല്ല ഗ്രോത്ത് ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ടയറെല്ലാം റെഡിയാണ്. ഇതാ, അപ്പം നമ്മുടെ ടയറൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴുകി കേട്ടോ. കഴുകി നമ്മളിതാ ഇതുപോലെ മഞ്ഞൾ കാണാനുള്ള സെറ്റപ്പ് ആക്കുവാണേ. നമ്മൾ കമ്പൊക്കെ ഇതേ വരുന്ന കറക്റ്റായ രീതിയിൽ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞേക്കണേ, അല്ലെങ്കിൽ അതൊക്കെ അഴുകി കിട്ടാൻ വലിയ താമസമായിരിക്കും. ഞാൻ ഇങ്ങനത്തെ എല്ലാത്തിലും ഇല ഇട്ട് കൊടുക്കാം, വലുതിലും കൊടുക്കാം. കണ്ടോ, ഈ രീതി ഇല എടുക്കുന്നു. ഈ രീതി നോക്കി താഴോട്ട് ഇലകൾ അങ്ങ് കൊടുക്കുക. ആദ്യത്തെ നമ്മുടെ സ്റ്റേജ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ മുഴുവനും നമ്മൾ പച്ചിലയാണ് ഈ ടയറിനകത്ത് നനച്ചാൽ. ഇതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണ് വേണം ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. ഇതല്ല, ഇങ്ങനെ മണ്ണെടുക്കുന്നു. ഇത്രയും മണ്ണ് ഇടുന്നുണ്ട്, നോക്കിയത് കണ്ടോ. മണ്ണ് ഇങ്ങനെ ഇത്രയും കിടന്നാൽ മതി കേട്ടോ. നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്നത് ജീവാമൃതമാണ്. അതായത് കണ്ടോ, ഇപ്പം കറക്റ്റ് രീതി ഇത് പൊളിച്ച് സെറ്റായിട്ടിരിക്കും. ഇപ്പം 6 ദിവസം കഴിഞ്ഞു കണ്ടോ. അപ്പം നമ്മളിത് ഇളക്കിയിട്ടാണ് ഇത് കണ്ടോ. അപ്പം ഈ രീതി പൊളിച്ചത് അതായത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് കറക്കി കൊടുക്കണം. ഒരു ക്ലോക്ക് ബേസിൽ ഇത് കറക്കാവുന്നു കണ്ടില്ലേ. നല്ല പൊളിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ചെടികൾക്ക് പച്ചക്കറിക്ക് കൊടുക്കുന്നത് 1 ലിറ്ററിന് 10 ഇരട്ടി വെള്ളം നേർപ്പിച്ചാണ്. നമുക്ക് ഇത് കൊടുക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതായത് കണ്ടോ, മണ്ണില്ലല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ ഇപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഏകദേശം അതിനാവശ്യമുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ 1/2 മഗ് വീതം ഒഴിക്കുന്നുള്ളൂ കണ്ടോ. ഡയറക്റ്റ് മണ്ണിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് ഈ രൂപത്തിൽ കണ്ടോ, ഇങ്ങനെ കിടന്നാൽ മതി, കുഴപ്പമില്ല. നമുക്ക് ആ മണ്ണിനും നല്ലൊരു ഉഷാറ് കിട്ടും. ജീവാണുക്കൾ ധാരാളമായിട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാനിങ്ങനെയാണ് ഇത് ചെയ്തിട്ട് ഇരിക്കുന്ന സാധനം കണ്ടില്ലേ, ഈ രീതിയിലായത്. ഈ ഒരു പരുവം കണ്ടോ, മുള പൊട്ടി നിൽക്കുകയാണ്. നമുക്കിപ്പം പെട്ടെന്ന് നടാനായിട്ട് പറ്റും. കണ്ടില്ലേ, നടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് എടുത്ത് നോക്കണം. ഇതുപോലെ ഒരു 4 കഷ്ണം ചെറുത് നടുന്നുള്ളൂ. ടയറിനകത്ത് ഇടുമ്പോൾ ഇതുണ്ട്, ഇതുപോലെ എടുക്കുക, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി കൊടുക്കുക. ചെറിയ കഷ്ണം ഇടുന്നത് കണ്ടോ, ഇതുപോലെ എടുക്കുന്നു. നമ്മൾ ഒരു ടയറിനകത്ത് 4 എണ്ണം മാത്രമേ നടുന്നുള്ളൂ, വലിയ തടയൊന്നും നടുന്നില്ല കേട്ടോ. നമ്മൾ ഈ രീതി ഒരു 4 എണ്ണം ചെറിയ കഷ്ണം നട്ടാണ്, ഏകദേശം ഒരു 4 ഗ്രാം പോലും കാണത്തില്ലെന്ന് തോന്നുന്നു. ആ രീതി നട്ടാണ് ഈ രീതി നല്ല ബുഷായിട്ട് തന്നെ വളർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് നടാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നട്ട് കഴിയുമ്പോൾ അതെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എണ്ണത്തിൽ മഞ്ഞൾ നട്ട് ഇതിൻ്റെ മുകളിൽ ഒരിക്കലും പച്ചില ഇടില്ല. പച്ചില താഴെയാണ് അഴുകി പോകാനായിട്ട് എളുപ്പം. നമ്മൾ പിന്നീട് എടുത്തിരിക്കുന്നത് കുറച്ച് ഉണക്ക ഇല ഇട്ടിട്ട് കംപ്ലീറ്റ് അങ്ങ് മൂടും. അത് ഈ രീതി കണ്ടോ, കാരണം മഴയുണ്ട്. അപ്പോഴേക്കും ഒരു ചെറിയ പൊതയും കൂടെ രീതിയിലാണ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ രീതി നമ്മൾ ഇട്ടാൽ അതിനങ്ങ് മൂടി തരുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, കംപ്ലീറ്റ് അങ്ങ് ഉണ്ട്. ഇങ്ങനെ അങ്ങ് മൂടി തരുന്നു. ചെറിയ രീതിയിൽ പൊതയിട്ടൊന്ന് മൂടിയാൽ മതി, കാരണം നല്ല മഴയുള്ളതുകൊണ്ട് ഈ വെള്ളം തറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് രീതി പൊതയിട്ട് കൊടുക്കുക. അടിപൊളി റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ മരങ്ങളൊക്കെ വെട്ടുമ്പോഴേക്കും കറയില്ലാത്ത മരങ്ങളാണ് ഏറ്റവും നല്ലത്, കറയുള്ളത് ഉപയോഗിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ ടയർ ഉപയോഗിച്ച് വിനിമയം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ മഞ്ഞൾ കൃഷി ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെള്ളമെടുപ്പെല്ലാം നമ്മൾ കാണിക്കും വരുന്ന വീഡിയോയിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.